Circuit switching. Circuit switching is a connection-oriented network switching technique. Here, a dedicated route is established between the source and the destination, and the entire message is transferred through it. ഒരു സർക്യൂട്ട് സ്വിച്ചിങ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ എന്ന് വെച്ചാൽ കമ്പ്യൂട്ടറിൻ്റെ പരസ്പരം ബന്ധിക്കാൻ ഏതെങ്കിലും ഒരു ടോപ്പോളജി യൂസ് ചെയ്യും. നമുക്കറിയാം, കോമൺ ആയിട്ടുള്ള സ്റ്റാർ, മെഷ്, അതുപോലെ ഒരുപാട് ടോപ്പോളജികളുണ്ട്. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ കൂടുതൽ കമ്പ്യൂട്ടർ വരുമ്പോൾ ഇത് സാധ്യമല്ല. കാരണം എന്ന് വെച്ചാൽ ഈ നെറ്റ്വർക്കിൽ പ്രോബ്ലംസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള ഈ ഡാറ്റ ട്രാൻസ്ഫറിൽ വരുന്ന ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള ഒരു കമ്മ്യൂണിക്കേഷനുള്ള ഒരു മാർഗ്ഗമാണ് സ്വിച്ചിങ് എന്ന് പറയുന്നത്. ഇതിനുള്ളൊരു പരിഹാരമാണ് സ്വിച്ചിങ്. ഇതിൽ സ്വിച്ച് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡിവൈസ് ഉണ്ട്. ഇത് ഈ രണ്ട് എൻഡ് സിസ്റ്റം ഉണ്ടാവില്ലേ, അതിനെ തമ്മിൽ പരസ്പരം ബന്ധിച്ചിട്ടുണ്ടാവും. അതായത് ഈ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന രണ്ട് കമ്പ്യൂട്ടറുകളെ ഒരു സ്വിച്ചിങ് ഡിവൈസ് കൂടെ ഇതിനെ ബന്ധിപ്പിച്ചിട്ടുണ്ടാവും. ഇവിടെ ഒരു ടെമ്പററി പോയിൻ്റ് ടു പോയിൻ്റ് കണക്ഷനാണ് ഈ രണ്ട് സിസ്റ്റം തമ്മിലുണ്ടാവുക. ഇനി അതുപോലെ തന്നെ നെറ്റ്വർക്കിലുള്ള ഫണ്ടമെൻ്റൽ അപ്രോച്ചസ് ടു ട്രാൻസ്ഫർ ഡാറ്റ ഫ്രം വൺ ഡിവൈസ് ടു അനദർ. അതായത് ഈ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള ഫണ്ടമെൻ്റൽ അപ്രോച്ചസുകളാണ്. അതിൽ രണ്ടെണ്ണമാണ് പ്രധാനപ്പെട്ടുള്ളത്. അതിൽ സർക്യൂട്ട് സ്വിച്ചിങ് ഉണ്ട്, പാക്കറ്റ് സ്വിച്ചിങ് ഉണ്ട്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സർക്യൂട്ട് സ്വിച്ചിങ്ങിനെ പറ്റിയാണ്. അടുത്തത് ഫേസസ് ആണ് പറയാൻ പോകുന്നത്. ഒരു സർക്യൂട്ട് സ്വിച്ചിങ് കണക്ഷനിൽ 3 ഫേസസ് ഉണ്ട്. ആദ്യത്തേതെന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആദ്യം ഒരു കണക്ഷൻ ഉണ്ടാകുന്നു, രണ്ടാമത് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നു, മൂന്നാമത് ആ കണക്ഷനെ അവസാനിപ്പിക്കുന്നു. അത് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണെങ്കിൽ അതിൽ ഫസ്റ്റ് ഫേസ് ആണ് സർക്യൂട്ട് എസ്റ്റാബ്ലിഷ്മെൻറ്റ്. ഇൻ ദിസ് ഫേസ് എ ഡെഡിക്കേറ്റഡ് സർക്യൂട്ട് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഫ്രം ദി സോഴ്സ് ടു ദി ഡെസ്റ്റിനേഷൻ ത്രൂ എ നമ്പർ ഓഫ് ഇൻ്റർമീഡിയറ്റ് സ്വിച്ചിങ് സെൻറ്റേഴ്സ്. ഇതിൽ സോഴ്സ് ഒന്ന് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്, ഇതിൽ ഡാറ്റ അയക്കുന്ന ഒരു കമ്പ്യൂട്ടറുണ്ട്, അത് റിസീവ് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടറുണ്ട്. ഇതിനാണ് സോഴ്സ് ഒന്ന് ടു ദി ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇടയിൽ നമ്പർ ഓഫ് ഇൻ്റർമീഡിയറ്റ് സ്വിച്ചിങ് സെൻറ്റേഴ്സ് ഉണ്ട്. ഇതിൻ്റെ ഒരു ഡയഗ്രാം ഉണ്ട്, അടുത്ത ഇതിൽ കാണിച്ചു തരാം, അപ്പോൾ കൂടുതൽ മനസ്സിലാവും. ഈ ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ സ്വിച്ചിങ് സെൻറ്റേഴ്സിൽ കൂടെ ഇതിൽ തമ്മിൽ ഒരു റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്നതിനാണ്, അതായത് ഈ സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്കുള്ള ഒരു റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്നതിനാണ് സർക്യൂട്ട് എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്ന് പറയുന്നത്. ദ സെൻഡർ ആൻഡ് റിസീവർ ട്രാൻസ്മിറ്റ്സ് കമ്മ്യൂണിക്കേഷൻ സിഗ്നൽ ടു റിക്വസ്റ്റ് ആൻഡ് അക്നോളജ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സർക്യൂട്ട്സ്. ഈ സെൻഡറും റിസീവറും തമ്മിൽ ഒരു റിക്വസ്റ്റ് അയക്കുന്നു. അവിടെ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്വിച്ചിങ് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഫേസിൽ നടത്തുന്ന റിക്വസ്റ്റിനെയാണ് സർക്യൂട്ട് എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഡാറ്റ ട്രാൻസ്ഫർ. നമ്മൾ നേരത്തെ പറഞ്ഞു, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആദ്യം ഒരു റിക്വസ്റ്റ് നടത്തുന്നു, എന്നിട്ട് ഇതിലൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് തമ്മിൽ ഈ സെൻഡറും റിസീവറും തമ്മിലുണ്ടാക്കുന്നു. അതിനുശേഷം നടത്തുന്നത് ഡാറ്റ ട്രാൻസ്ഫർ. Once the circuit has been established, data and voice are transferred from the source to the destination. The dedicated connection remain as long as the end parties communicate. ഇവിടെ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ, കണക്ഷൻ സാധ്യമായി കഴിഞ്ഞാൽ ഒന്നിൽ ഡാറ്റ അല്ലെങ്കിൽ വോയിസ്. ഈ വോയിസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫോണ് പരസ്പരം രണ്ട് ഫോണ് തമ്മിലുള്ള കോളിനെയാണ് ഈ വോയിസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതിലൂടെ ഒന്നുകിൽ ഡാറ്റ അല്ലെങ്കിൽ ഈ കോള് സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ ദി കണക്ഷൻ റിമെയിൻസ് ആസ് ലോങ് ആസ് ഈ രണ്ട് പാർട്ടീസ് ഉണ്ടല്ലോ, ആ രണ്ട് പാർട്ടീസ് കമ്മ്യൂണിക്കേഷൻ അവസാനിപ്പിക്കുന്നത് വരെ ഡാറ്റ ട്രാൻസ്ഫർ തുടർന്നുകൊണ്ടേയിരിക്കും. സർക്യൂട്ട് ഡിസ്കണക്ഷൻ. When data transfer is complete, the connection is relinquished. The disconnection is initiated by any one of the user. Disconnection involves removal of all intermediate links from the sender to the receiver. ഇവിടെ ഇവർക്ക് വേണ്ടി കണക്ട് ചെയ്ത് വെച്ച ആ ലിങ്കുകൾ ഡിസ്കണക്ട് ചെയ്യും.
ഇതിലേതെങ്കിലും ഒരു പാർട്ടിയാണ് ഇതിൽ ഡിസ്കണക്ഷന് വേണ്ടി ഡിസ്കണക്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞിരുന്നു ഇതിൻ്റെ ഡയഗ്രമാറ്റിക് ആയിട്ടുള്ള റിപ്രസെൻറ്റേഷൻ കാണിച്ചു തരാമെന്ന്. അതിന് വേണ്ടിയിട്ടുള്ളതാണിത്. അതിൻ്റെ ജസ്റ്റ് ഒരു നോട്ടാണിത്. ഡയഗ്രമാറ്റിക് റിപ്രസെൻറ്റേഷൻ ഓഫ് സർക്യൂട്ട് സ്വിച്ചിങ് ഇൻ ടെലിഫോൺ. The following diagram represents circuit established between two telephone connected by circuit switched connection. The blue boxes represent the switching offices and their connection with other switching offices. The black lines connecting the switching offices represent the permanent link between the offices. When a connection is requested, links are established within the switching offices as denoted by white dotted lines in a manner so that a dedicated circuit is established between the communicating parties. The links remains as long as the communication continues. ഇതാണ് ആ ഡയഗ്രാം. ഈ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ രണ്ട് ടെലിഫോൺസ് സർക്യൂട്ട് സ്വിച്ച്ഡ് കണക്ഷനിലൂടെ കണക്ട് ചെയ്ത ഒരു ഡയഗ്രാമാണ് കാണിച്ചിരിക്കുന്നത്. ഞാൻ ഇതിലെ ഈ ബ്ലൂ ബോക്സ് റിപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്വിച്ചിങ് ഓഫീസസും അതുപോലെ തന്നെ അതിലെ കണക്ഷനുമാണ് ഈ ബ്ലൂ ബോക്സ് റിപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതിലെ ബ്ലാക്ക് ലൈന് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ലിങ്ക് ഉണ്ടാവും. ഈ സ്വിച്ചിങ് ഓഫീസ് തമ്മിലുള്ള പെർമനൻ്റ് ലിങ്കിനെ കാണിക്കാനാണ് ഈ ബ്ലാക്ക് ലൈൻസ് റിപ്രസെൻ്റ് ചെയ്യുന്നത്. അതായത് സ്വിച്ചിങ് ഓഫീസ് തമ്മിലുള്ള ഒരിക്കലും നഷ്ടപ്പെടാത്തൊരു കണക്ഷൻ ഉണ്ടാവും. അത് റിപ്രസെൻ്റ് ചെയ്യാനാണ് ഈ ബ്ലാക്ക് ലൈൻ. ഇനി ഒരു കണക്ഷൻ റിക്വസ്റ്റ് വന്നാൽ ഇപ്പോൾ ഈ ഫസ്റ്റ് ഫോണ് സെക്കൻഡായിട്ട് ഒരു റിക്വസ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഈ റിക്വസ്റ്റ് നേരെ സ്വിച്ചിങ് ഓഫീസിലേക്കാണ് പോകുന്നത്. സ്വിച്ചിങ് ഓഫീസ് ആയിട്ട് ഈ റിക്വസ്റ്റ് കൊടുത്തതിന് ശേഷം അവിടെ ഒരു ലിങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യും. ഇവിടെ ഒരു വൈറ്റ് ഡോട്ടഡ് ലൈൻ കാണാം. ഇതാണ് വൈറ്റ് ഡോട്ടഡ് ലൈന്. ഈ വൈറ്റ് ഡോട്ടഡ് ലൈനാണ് ഫസ്റ്റ് റിക്വസ്റ്റിനെ കാണിക്കുന്നത്. അങ്ങനെ ഒരു കണക്ഷൻ റിക്വസ്റ്റ് അടുത്ത സ്വിച്ചിങ് ഓഫീസിലേക്ക് പോയി ഈ റിസീവറുമായിട്ട് ഒരു ഡെഡിക്കേറ്റഡ് ലിങ്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് വെക്കും. ഇങ്ങനെ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സർക്യൂട്ട് കമ്മ്യൂണിക്കേഷൻ ഈ രണ്ട് പാർട്ടീസിൻ്റെ ഇടയിലുണ്ടാക്കും. അതുപോലെ തന്നെ ഈ ഒരു കണക്ഷൻ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇതിലേതെങ്കിലും ഒരു പാർട്ടി കമ്മ്യൂണിക്കേഷൻ എൻഡ് ചെയ്യുന്നത് വരെ ഈ ഒരു കമ്മ്യൂണിക്കേഷനും ഈ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു ലിങ്കും ഇവിടെ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും എന്നാണ് പറയുന്നത്. അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് സർക്യൂട്ട് സ്വിച്ചിങ്. ഇതിലാദ്യം നമ്മൾ അഡ്വാൻറ്റേജസ് ആണ് നോക്കുന്നത്. ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ലോങ് കണ്ടിന്യൂസ് ട്രാൻസ്മിഷൻ. അതായത് ദീർഘദൂരമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷന് ഇത് സ്യൂട്ടബിളാണ്, സാധ്യമാണ്, ഇത് പറ്റും. സിൻസ് എ കണ്ടിന്യൂസ് ട്രാൻസ്മിഷൻ റൂട്ട് ഈസ് എസ്റ്റാബ്ലിഷ്ഡ്. നേരത്തെ ആ ഡയഗ്രത്തിൽ കാണിച്ചതുപോലെ ഈ സെൻഡറും റിസീവറും തമ്മിൽ ഈ സ്വിച്ചിങ് ഓഫീസുകൾ വഴി കണക്ഷൻ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഇതിൽ ലോങ് ട്രാൻസ്മിഷൻ സാധ്യമാകുന്ന അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു റൂട്ട് എസ്റ്റാബ്ലിഷ് ചെയ്താൽ ഈ കോൺവെർസേഷൻ റിമെയിൻസ് ത്രൂ ഔട്ട് ദി കോൺവെർസേഷൻ. ഈ ലിങ്കുകൾ നേരത്തെ പറഞ്ഞാണ്, ആരെങ്കിലും ഒരു പാർട്ടി ക്യാൻസൽ ചെയ്യുന്നവരെ ആ കോൺവെർസേഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ലോങ് കണ്ടിന്യൂസ് ട്രാൻസ്മിഷൻ സിൻസ് എ കണ്ടിന്യൂസ് ട്രാൻസ്മിഷൻ റൂട്ട് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ദാറ്റ് റിമെയിൻസ് ത്രൂ ഔട്ട് ദി കോൺവെർസേഷൻ. അതുപോലെ തന്നെ ദി ഡെഡിക്കേറ്റഡ് പാത്ത് എൻഷ്യൂർസ് എ സ്റ്റഡി ഡാറ്റ റേറ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇതൊരു ഡെഡിക്കേറ്റഡ് പാത്തായിരിക്കും. അതായത് ഈ സെൻഡർ റിസീവറും തമ്മിൽ വേറൊരു സെൻഡർ റിസീവറും തമ്മിൽ മിക്സ് ചെയ്യാണ്ട് ഇരിക്കാനുള്ള ഇതിന് വേണ്ടിയിട്ടാണ് ഈ ഡെഡിക്കേറ്റഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇടയിൽ വേറൊരു സെൻഡർ റിസീവറും കടന്നു വരില്ല. കാരണം ഈ ഒരു ചാനൽ കൂടെ ഈ രണ്ട് വ്യക്തികൾ മാത്രമാണ്
ഡാറ്റ അല്ലെങ്കിൽ വോയിസ് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റഡി ഡാറ്റ റേറ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. നോ ഇൻ്റർമീഡിയറ്റ് ഡിലേസ് ആർ ഫൗണ്ട് വൺസ് ദി സർക്യൂട്ട് ഈസ് എസ്റ്റാബ്ലിഷ്ഡ്. ഒരു സർക്യൂട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റ ട്രാൻസ്ഫർ തമ്മിൽ ഒരു ഡിലേ ഉണ്ടാവില്ല. ഇവിടെ ആകെ ഒരു ഡിലേ ഉണ്ടാകുക എന്ന് വെച്ചാൽ അത് അടുത്ത ഡിസഡ്വാൻറ്റേജിൽ പറയുന്നതാണ്. ഇവിടെ ഒരു ഡിലേ ഉണ്ടാകുന്ന വെച്ചാൽ ഈ രണ്ട്, അതായത് സെൻഡറും റിസീവറും തമ്മിലുള്ള കണക്ഷൻ റിക്വസ്റ്റ് ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം ഡിലേ മാത്രമാണ് ഇവിടെ ഡിലേ ആയിട്ടുള്ളത്. മാത്രമല്ല ഈ റിക്വസ്റ്റ് സാധ്യമായി കഴിഞ്ഞാൽ പിന്നെ ഒരു ഡിലേ ഉണ്ടാവില്ല. നോ ഇൻ്റർമീഡിയറ്റ് ഡിലേസ് ആർ ഫൗണ്ട് വൺസ് ദി സർക്യൂട്ട് ഈസ് എസ്റ്റാബ്ലിഷ്ഡ്. സോ ദേ ആർ സ്യൂട്ടബിൾ ഫോർ റിയൽ ടൈം കമ്മ്യൂണിക്കേഷൻ ഓഫ് ബോത്ത് വോയിസ് ആൻഡ് ഡാറ്റ ട്രാൻസ്മിഷൻ. ഇങ്ങനെയുള്ളൊരു ഇതിൻ്റെ അഡ്വാൻറ്റേജസ് കൊണ്ട് തന്നെ റിയൽ ടൈം കമ്മ്യൂണിക്കേഷൻ, വോയിസോ അല്ലെങ്കിൽ ഡാറ്റയോ ട്രാൻസ്മിഷൻ്റെ ഇത് ഹെൽപ്ഫുള്ളാണ്, സൂട്ടബിളാണ്. അടുത്തത് ഡിസഡ്വാൻറ്റേജസ് ആണ് നോക്കുന്നത്. സർക്യൂട്ട് സ്വിച്ചിങ് establishes a dedicated connection between the end parties. This dedicated connection cannot be used for transmitting any other data even if the data load is very low. അഡ്വാൻറ്റേജസിലും പറയുന്നുണ്ട് ഡെഡിക്കേറ്റഡ് കണക്ഷൻ ആണ്. അപ്പോൾ ഇതുകൊണ്ടുള്ള ദോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു ഡെഡിക്കേറ്റഡ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ഡാറ്റ മാത്രമേ ഇതിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ വേറൊരു ടൈപ്പ് ഓഫ് ഡാറ്റ ഇതിൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഡാറ്റ ലോഡ് കുറവാണെങ്കിൽ പോലും പറ്റില്ല എന്നാണ് പറയുന്നത്. ഇനി അടുത്തതാണ് ബാൻഡ് വിഡ്ത്ത് റിക്വയർമെൻറ്റ് ഈസ് ഹൈ ഈവൺ ഇൻ കേസസ് ഓഫ് ലോ ഡാറ്റ വോളിയം. പിന്നെ ബാൻഡ് വിഡ്ത്ത് എന്താണെന്ന് പറഞ്ഞുതരാം. ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ ഉണ്ടാവില്ലേ, നമ്മൾ അതിനെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കമ്മ്യൂണിക്കേഷൻ ചാനലിൻ്റെ ഒരു ശേഷിയെക്കുറിച്ച് പറയുന്നതാണ് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ലോ ഡാറ്റ വോളിയം ആണെങ്കിൽ പോലും കൂടുതൽ ബാൻഡ് വിഡ്ത്ത് ഈ ഒരു സ്വിച്ചിങ്ങിൽ ഉപയോഗിക്കുന്നതാണ് പറയുന്നത്. ദർ ഈസ് അണ്ടർ യൂട്ടിലൈസേഷൻ of system resources. Once resources are allocated to a particular connection, they cannot be used for other connections. അണ്ടർ യൂട്ടിലൈസേഷൻ എന്ന് പറയുമ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന സിസ്റ്റം റിസോഴ്സസിൻ്റെ കുറച്ചേ അത് ഉപയോഗിക്കുന്നുള്ളൂ എന്നാണ്. അതുപോലെ തന്നെ ഒരു പെർട്ടിക്കുലർ കണക്ഷനിൽ റിസോഴ്സസ് അലോക്കേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ റിസോഴ്സസ് വേറൊരു കണക്ഷനിൽ ഉപയോഗിക്കാൻ പറ്റില്ല. വൺസ് റിസോഴ്സസ് ആർ അലോക്കേറ്റഡ് ടു എ പെർട്ടിക്കുലർ കണക്ഷൻ, ദേ കനോട്ട് ബി യൂസ്ഡ് ഫോർ അതർ കണക്ഷൻസ്. ടൈം റിക്വയർഡ് ടു എസ്റ്റാബ്ലിഷ് കണക്ഷൻ മേ ബി ഹൈ. ആദ്യം അഡ്വാൻറ്റേജസിൽ അത് പറഞ്ഞതാണ്. ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഒരു ടൈം എടുക്കും നമ്മൾ പറയുന്നുണ്ട്. അതാണ് ഇപ്പോൾ ഡിസഡ്വാൻറ്റേജിൽ പറയുന്നത്. ഈ പരസ്പരം റിക്വസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഈ സ്വിച്ചിങ്ങോ ഇതിലൂടെ സെൻഡറും റിസീവറും തമ്മിൽ ഒരു റിക്വസ്റ്റ് കൊടുക്കാനുള്ള ഒരു ടൈം ഡിലേനെ പറ്റിയാണ് പറയുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഡിസഡ്വാൻറ്റേജിൽ. പക്ഷേ ഇങ്ങനൊരു ടൈം ഡിലേ ഉണ്ടെങ്കിൽ പോലും ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടൈം ഡിലേ കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു ലിങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടുള്ള ഡാറ്റ ട്രാൻസ്ഫർ വളരെ വേഗത്തിൽ നടക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അത് അഡ്വാൻറ്റേജസിൽ നേരത്തെ പറഞ്ഞാണ്. ഓക്കെ, ഒന്നും പറയാം. ടൈം റിക്വയർഡ് ടു എസ്റ്റാബ്ലിഷ് കണക്ഷൻ മേ ബി ഹൈ. സോ സ്വിച്ചിങ്ങിനെ പറ്റി, സർക്യൂട്ട് സ്വിച്ചിങ്ങിനെ പറ്റി ആവശ്യമുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.